അല്പസമയം മുൻപാണ് നമ്മൾ ഇവിടുത്തെ എ ഡി ജി പിയുമായി നമ്മൾ സംസാരിച്ച് എസ് ഡേവിഡ്സൺ, അതാണ് അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹത്തോട് ചോദിച്ചിരുന്നു, നിരവധി തവണ ചോദിച്ചിരുന്നു എന്തെങ്കിലും തരത്തിലുള്ള നടപടി അത് എന്താണ് എന്ന് കൃത്യമായ രീതിയിൽ നിരവധി തവണ നമ്മൾ ചോദിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. പക്ഷേ അപ്പോഴൊക്കെ അദ്ദേഹം പറഞ്ഞത് ഇതൊരു പ്രാരംഭഘട്ട നടപടി മാത്രമേ ആയിട്ടുള്ളൂ, പ്രൈമറി ഘട്ടത്തിലാണ് ഈ ഒരു ഇൻവെസ്റ്റിഗേഷൻ എന്നാണ് അദ്ദേഹം പറഞ്ഞത്. എസ് ഡേവിഡ്സൺ അദ്ദേഹത്തിനാണ് ഇവിടുത്തെ നമ്മൾ മനസ്സിലാക്കുന്ന പ്രകാരം ആണെങ്കിൽ ഈ പ്രദേശത്തെ കരൂർ ഉൾപ്പെടുന്ന ഈ മേഖലയുടെ ചുമതലയുള്ള എ ഡി ജി പി ആണ് അദ്ദേഹവും ഇവിടുത്തെ SP അടക്കമുള്ള ആളുകളും ഈ പ്രദേശത്തേക്ക് എത്തിച്ചേർന്നിരുന്നു. എന്തായാലും ആ പ്രദേശം സന്ദർശിച്ച് ഇപ്പോൾ നമ്മുടെ ക്യാമറമാൻ രാജീവ് സുദേവ് ആ ദൃശ്യങ്ങളാണ്, അതായത് ഇവിടെയായിരുന്നു ആ ഒരു ക്രൈം സ്പോട്ടായി പോലീസ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. അതായത് ക്രൈം എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ ഈ ഒരു അപകടം നടന്ന സ്ഥലമായി പോലീസ് രേഖപ്പെടുത്തിയിട്ടുള്ളത് ഈ മേഖലയാണ്. ഇവിടെ ഏതാണ്ടൊരു കുറച്ച് അധികം സമയം 7 മണി വരെ, അതായത് 12 മണി മുതൽ 7 മണി വരെ ഏതാണ്ട് ഈ മേഖല പൂർണ്ണമായി ഒരു ബന്ദികളാക്കപ്പെട്ട പോലെയായിരുന്നു മനുഷ്യർ പൂർണ്ണമായി ഉണ്ടായിരുന്നത് എന്നാണ് പറയുന്നത്. ആദ്യഘട്ടത്തിൽ 12:30 മണിക്ക് വിജയ് വരുമെന്ന് ഒഫീഷ്യൽ വെബ്സൈറ്റിലൂടെ അറിയിച്ചിരുന്നു. ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്ന പ്രകാരമാണെങ്കിൽ രാവിലെ തന്നെ, അതായത് 10 മണി മുതൽ രാത്രി 10 മണി വരെയോ മറ്റോ ആണ് ഒരു അനുമതി ചോദിച്ചിരുന്നത്. പക്ഷേ വീണ്ടും വിജയ് വരാൻ സമയമെടുത്തു, അതായത് വളരെ വലിയ സമയമെടുത്തു. 7 മണിയോടുകൂടി മാത്രമേ വിജയ് എത്തിയുള്ളൂ. രാവിലെ വന്ന ആളുകൾക്ക് ചെറിയ ഭക്ഷണമൊക്കെ ലഭിച്ചിരുന്നു. പക്ഷേ പിന്നീട് പോലീസ് ഇടപെട്ട് ആ കടകളൊക്കെ അടപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. കാരണം കൂടുതൽ ആളുകൾ ഈ മേഖലയിലേക്ക് വീണ്ടും വീണ്ടും വന്നുകൊണ്ടിരിക്കുകയാണ്. കരൂര് നിന്നുള്ള പ്രധാനപ്പെട്ട പാതയാണിത്, ട്രിച്ചി കരൂർ പാതയാണ്. ഈ ട്രിച്ചിയിൽ നിന്ന്, അതായത് തൃശ്ശനാപ്പള്ളിയിൽ നിന്ന് വരെ ജനങ്ങൾ ഇവിടേക്ക് എത്തുന്ന ഒരു സാഹചര്യം വരെ ഉണ്ടായി എന്നാണ് ഈ ഒരു ഘട്ടത്തിൽ നാട്ടുകാർ പറയുന്നത്. അവരാരും തന്നെ കണ്ടുപരിചയമുള്ള മുഖങ്ങളൊന്നും അല്ലായിരുന്നു എന്നാണ് പറയുന്നത്. വേലുസ്വാമിപുരത്തെ അതൊരു പ്രധാനപ്പെട്ട വാണിജ്യ കേന്ദ്രമൊക്കെ തന്നെയാണ്, കടകളൊക്കെയുള്ള പ്രദേശം തന്നെയാണ്. പക്ഷേ റോഡിന് വളരെ വീതി കുറവാണ്. കൃത്യമായ രീതിയിൽ പോലീസിൻ്റെ ഒരു നിർദ്ദേശം ആ മേഖലയിൽ ഉണ്ടായിരുന്നു. നാട്ടുകാർ പക്ഷേ പോലീസിനെതിരെ, അതായത് സിസ്റ്റത്തിനെതിരെ ആക്ഷേപം ഉന്നയിക്കുന്നുണ്ട്. അവർ പ്രധാനമായും പറയുന്നത് എത്ര പോലീസുകാരുണ്ടായിരുന്നു എന്ന ചോദ്യത്തിന് പോലീസിന് വ്യക്തമായ മറുപടിയില്ല. പോലീസ് പറയുന്നത് 500-ലധികം വരുന്ന ആളുകളെ തങ്ങൾ ഈ മേഖലയിൽ വിന്യസിച്ചിരുന്നു എന്നാണ് പറയുന്നത്. പക്ഷേ അങ്ങനെ ഒരു വിന്യാസം ഉണ്ടായിരുന്നില്ല, പോലീസ് ഈ സമയത്ത് ഉണ്ടായിരുന്നില്ല എന്നാണ് പറയുന്നത്. ഏതാണ്ട് 10,000 പേർക്ക് എങ്ങനെ അനുമതി കൊടുക്കും എന്ന ചോദ്യം കൂടി സ്മിതയുടെ വരുന്നുണ്ട്. 10,000 പേരുടെ അനുമതി ചോദിച്ചിരുന്നു. ആ 10,000 പേർക്കുള്ള അനുമതി തങ്ങൾ നൽകിയിരുന്നുവെന്ന് പോലീസ്, അതായത് സംവിധാനം കൃത്യമായ രീതിയിൽ പറയുന്നുണ്ട്. പക്ഷേ എങ്ങനെയാണ് 10,000 പേർക്ക് അനുമതി കൊടുക്കുക എന്ന് കൃത്യമായ രീതിയിൽ നാട്ടുകാർ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. അവർ രോഷാകുലരായാണ് അല്പസമയം മുൻപ് വരെ നമ്മോടൊക്കെ സംസാരിച്ച ആ പ്രദേശവാസി അടക്കം ആ മേഖലയിൽ ഇപ്പോഴും സംസാരിക്കുന്ന സാഹചര്യമാണ് ഉള്ളത്. അങ്ങനെ നിരവധി ഇവിടെ മൈക്ക് വെച്ച് കഴിഞ്ഞാൽ ആളുകൾ രോഷാകുലരായി സിസ്റ്റത്തിനെതിരെ സംസാരിക്കുന്നു, വിജയ്ക്കെതിരെ സംസാരിക്കുന്നു. അങ്ങനെ കൃത്യമായ രീതിയിൽ അങ്ങനെ ഓരോ കാര്യങ്ങളാണ് ആളുകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്തായാലും വലിയ തോതിലുള്ള പ്രയാസങ്ങൾ ഈ മേഖലയിൽ ഉണ്ടായിരുന്നു. ോടുകൂടി ഒന്ന് ചോദിക്കേണ്ടിയിരിക്കുന്നു. സംഭവിച്ചோன்னா என்ன டைமிங் ப்ராப்ளம் 12 மணி இங்கே ப்ரோக்ராம்னு சொன்னாங்க. சாயங்காலம் 7 மணிக்கு வந்தாங்க. நீங்கள் எல்லாம் 7 மணிக்கு நாங்களும் வரவே இல்லை, அங்கேயே நின்றுட்டோம். எல்லாமே இங்கே தான் இருக்கிறாங்க. மத்தியானத்துலேருந்து சாப்பாடு கிடையாது, தண்ணி கிடையாது, ஒன்றும் கிடையாது. என்ன பண்ணுவாங்க, டெம்பரேச்சர் வர அதிகம். ரோடெல்லாம் பிளாக் பண்ணியாச்சா? முன்னாடியே ரோடெல்லாம் பிளாக் பண்ணி, ரோடு பிளாக் இல்லை, ஆட்டோமேட்டிக்காக ஜனங்களே பிளாக் தானே. எந்த ரோட்டில் வண்டி வருது, இந்த ரோடே பிளாக். மீட்டிங் தானே ஒதுக்கிட்டாங்க. ഇത് മാതിരി ഒരു പബ്ലിക് മീറ്റിംഗ് നടത്തുന്ന സ്പേസ് ഇത് കിടയുമാ? എല്ലാം ബ്ലോക്കാണ് സംഭവം. മലയാളിയാണ്, എല്ലാം ബ്ലോക്കാണ്. അവിടെ ഉണ്ടായിരുന്നു 3:30. ഞാൻ ചോദിക്കുന്നത്, ഇതുപോലൊരു പബ്ലിക് മീറ്റിംഗ്, വിജയ് പോലെ ഒരാളുടെ കുറച്ചധികം ആളുകൾ വരുന്ന ഒരു സെലിബ്രിറ്റി, അദ്ദേഹത്തിന് ഒരു പബ്ലിക് മീറ്റിംഗ് നടത്താൻ പറ്റുന്ന ഒരു സ്പേസ് ആണോ ഇത്? അല്ല, അതില്ല. ഇതിപ്പോ ഒരാഴ്ചയിൽ 3ാമത്തെ പരിപാടിയാണ് കരൂരില്. സ്റ്റാലിൻ വന്നിട്ട് ഇപ്പോൾ പോയിട്ട് ഒരാഴ്ച 5 ദിവസമേ ഉള്ളൂ. എടപ്പാടി വന്നിട്ട് 2 ദിവസമേ ഉള്ളൂ. അത് 2 ദിവസം ഇവിടെ പെർമിഷൻ കൊടുത്തു. പിന്നെ ഈ കപ്പാസിറ്റി, ഈ സ്ഥലം പോരാ, സ്ഥലം വളരെ കമ്മിയാണ്. പിന്നെ ഇത് സംഭവം എന്നാണ്, ഞാൻ 3:30 വന്നാണ്. 3:30 വന്നിട്ട് ഞാൻ കണ്ടില്ല. അവിടെ നിന്ന് ഞാൻ റിട്ടേൺ പോയി 6:30. ടൈമിങ്ങാണ് മെയിൻ മിസ്റ്റേക്ക്. നമ്മുടെ മക്കളെ പോലെ ഉണ്ടായിരുന്നു. 12 മണിക്ക് പറഞ്ഞിട്ട് വന്നത് 7 മണിയായി. ടൈമിങ് കറക്റ്റ് ഇല്ല. ഒരാൾ പറയുന്നത് 12 മണി, ഒരാൾ 3 മണി, ഇവിടെ 6 മണി. അവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിലെ TVK ഒഫീഷ്യൽ വെബ്സൈറ്റിൽ കൃത്യമായ രീതിയിൽ വൈകുന്നേരം ഉച്ചയ്ക്ക് 12 മണിയെന്ന് രേഖപ്പെടുത്തിയിരുന്നു. അതനുസരിച്ചാണ് ആളുകൾ വന്നത്. അത് വന്ന് കറക്റ്റ്, അതാണ് ഇവരുടെ മിസ്റ്റേക്ക്. ഇവർ വന്ന് കച്ചേരിയുടെ ശരി മിസ്റ്റേക്ക് ആണ്. അടക്കമുള്ള ആളുകളാണ് ഇന്നലെ കാണാൻ വന്നത്. അതിനുശേഷം അവർ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. വന്നപ്പോൾ അവർ ഗ്ലാസ് കണ്ടു. 1 മണിക്ക് 2 മണിക്ക് വന്നിട്ട് അവർ കുറച്ച് കണ്ടിട്ട് അങ്ങനെ പോയി. നമ്മ അത്ര ബേജറായിരുന്നു. എവിടെ പോലീസ് போலீஸ் 500 பேர் ப்ரொடெஸ்ட் பண்ணியிருக்காங்க.
500. இவங்க வந்து போலீஸ் எஸ்பி கிட்ட மீட்டிங்கில் ஒரு 10,000 பேர் தான் வருவாங்க அப்படின்னா அவங்க ஒரு 500 ப்ரொடெஸ்ட் பண்ணியிருக்காங்க. இது வந்து டைமிங் அதான் அந்த டைமிங் தான் ப்ராப்ளம். பிக் ப்ராப்ளം ടൈമിംഗ്, അതായത് സമയമാണ് ഏറ്റവും വലിയ പ്രശ്നം എന്നാണ് പറയുന്നത്. ചേട്ടൻ ഇവിടെ ജോലി ചെയ്യണോ? എത്ര കാലമായിട്ട് ജോലി? 10-15 വർഷമായി. 15 വർഷമായിട്ട് എവിടെ? നാട്ടിലെവിടെയാണ്? നാട് പാലക്കാട്. ഇതിങ്ങനെ സംഭവിക്കുന്നത് സ്റ്റാലിൻ വന്നപ്പോൾ ഈ ഒരു കൂട്ടം ഉണ്ടായിരുന്നോ? എടപ്പാടി വന്നപ്പോൾ ഓപ്പൺ ബേസ് ആണല്ലോ, അത് 5 കിലോമീറ്റർ അപ്പുറമാണ്. അതുപോലെ നമ്മ 10-50 ഏക്കർ സ്ഥലത്തിന്റെ സറൗണ്ടിങ്ങിലാണ്. അല്ല, ഞാൻ ചോദിക്കുന്ന ഒരു വലിയൊരു ബസ്സൊക്കെ കൊണ്ടുവന്നിട്ട് ഒരു റാലി നടത്താൻ പറ്റുള്ള സൗകര്യവും ഇതിൽ പെട്ടില്ലല്ലോ. പെർമിഷൻ കൊടുത്ത് വളരെ മിസ്റ്റേക്ക്. പ്രതീക്ഷിക്കുന്നുണ്ടോ? വിജയുടെ ആരാധകർ ആയിട്ട് വന്ന ആളുകളാണ്, അല്ല പാർട്ടിയുമായി ബന്ധപ്പെട്ട് അങ്ങനെ നിൽക്കുന്ന ആളുകളെക്കാൾ അപ്പുറത്തേക്ക് ആരാധകരല്ലേ കൂടുതൽ വന്നത്? ആരാധകരുണ്ട്. ഇനി ഇവര് കുറച്ച് വർഷം ആകുമ്പോൾ പാർലമെന്റ് മാറും, ഇവിടെ ചേഞ്ച് വരും. നല്ല വ്യക്തിയാണ്. ഇപ്പൊ ഇത് പെർമിഷൻ സ്ഥലം കപ്പാസിറ്റി അല്ല, ജനങ്ങൾ നിൽക്കാനുള്ള സ്ഥലങ്ങൾ അത് പോരാ. തീർച്ചയായും അതാണ് പറഞ്ഞത്. അതിനൊക്കെ കൃത്യമായ രീതിയിലുള്ള സുരക്ഷാ സംവിധാനങ്ങൾ ഒക്കെ ഒരുക്കേണ്ടതുണ്ട്. അങ്ങനെയുള്ള അന്വേഷണമൊക്കെ നടക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. പക്ഷേ അതിനൊക്കെ അപ്പുറത്തേക്ക് സിസ്റ്റം മറുപടി പറയേണ്ട കുറെ കാര്യങ്ങളുണ്ട്. മലയാളിയാണ് കേട്ടോ. എത്ര കാലം ഇവിടെ ഉണ്ടായിരുന്നോ? ഇന്നലെ ഇവിടെ ഉണ്ടായിരുന്നു. കറക്റ്റ് സ്ഥലം ഈ സംഭവം നടന്ന സ്ഥലത്താണ് ഉണ്ടായിരുന്നത്. ഞാൻ ഏകദേശം ഒരു 4-4:30 ആകുമ്പോൾ വേറെ ആവശ്യത്തിന് വേണ്ടി വന്നിട്ട് തിരിച്ചു പോകുമ്പോൾ ഞാനിവിടെ ഇങ്ങോട്ട് വരാൻ പറ്റിയോ ആ സമയം? അല്ല, എൻ്റെ വീട് ഇവിടെ തന്നെയാണ്. അപ്പോൾ ഞാൻ ഇവിടെ വന്നിട്ട് തിരിച്ചു പോകാൻ വേണ്ടിയിട്ടുള്ള പ്ലാനിലാണ് വന്നത്. എന്തെങ്കിലും ചെയ്തിട്ട് രാവിലെ മുതൽ തന്നെ ഇന്നലെ ഇവിടെ എല്ലാ പരിപാടിയും ചെയ്തിട്ട് അപ്പോൾ ഞാൻ വന്ന് ജസ്റ്റ് നോക്കിയിട്ട് പോയി. വന്നപ്പോൾ തിരിച്ചു പോകാൻ പറ്റാണ്ട് കുടുങ്ങിയപ്പോൾ പിന്നെ കുഴപ്പമില്ല, പിന്നെ എന്താ ചെയ്യുക, അന്ന് പോയതിനു ശേഷം പോകാന്ന് വിചാരിച്ചു ഞാൻ സൈഡിലേക്ക് മാറി. എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്താണെന്നറിയോ? ഇവിടെ ഒരേ ലൈനിലാണ് ഏകദേശം വണ്ടി വന്നതും ജനങ്ങൾ നിന്നതും ഒക്കെ ഇതിൽ തന്നെയാണ്. മിനിഞ്ഞാന്ന് ഇതേപോലെ ഒരു പരിപാടി നടന്നു. പക്ഷെ അന്ന് ഇത്ര തിരക്കുണ്ടായില്ല. കാരണം അന്ന് എടപ്പാടി വന്ന വണ്ടി അപ്പുറത്തെ ലൈനിലാണ് വന്നത്. ഇപ്പം ഇപ്പുറത്തെ ജനങ്ങൾ നിൽക്കുമ്പോൾ ഇത്ര തിരക്കുണ്ടായില്ല. ഇന്നലെ എന്താ പറയുക, ഒരു സൈഡിലേക്ക് മാത്രം പെർമിഷൻ കിട്ടിയിട്ടുള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ എന്താണ് കൃത്യമായിട്ടുള്ള സംഭവങ്ങൾ? 15,000 പേർക്കൊക്കെ ഇരിക്കാൻ പറ്റുന്ന, അല്ലെങ്കിൽ 20,000 പേർക്കൊക്കെ നിൽക്കാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് അത്. ഇതൊരു ചെറിയൊരു സ്ഥലമാണ്. ഇവിടെയാണ് ഇപ്പോൾ എല്ലാ പരിപാടികളും നടക്കുന്നത്. 2-3 പ്രാവശ്യം ഇതിനു മുന്നേ കഴിഞ്ഞ കൊല്ലം നടന്നിട്ടുണ്ട്. കഴിഞ്ഞ ഇലക്ഷൻ്റെ അപ്പോഴും ഇവിടെ നടന്നിട്ടുണ്ട്, ഇപ്പോഴും നടക്കുന്നുണ്ട്. പക്ഷേ എന്താണെന്ന് പറയുക, ആദ്യം വിജയൻ്റെ വണ്ടിയല്ല, അതിന് മുന്നേ ഒരു 4 ഇന്നോവ വന്നു. അപ്പോഴാണ് ശരിക്കുള്ള തിരക്ക് അനുഭവപ്പെട്ടത്. ഞാനും അതിൽ കുടുങ്ങിയതാണ്. എന്നിട്ട് കുറേ സ്ത്രീകളൊക്കെ ഞങ്ങളെ കൊണ്ട് പറ്റുന്ന വിധം ഞങ്ങൾ പൊക്കിക്കൊണ്ടുവന്ന് കുട്ടികളടക്കമുള്ള ആളുകളെ കൊണ്ടുവന്ന് ആ ജനറേറ്റർ റൂമിൻ്റെ ബാക്ക് സൈഡിൽ കൊണ്ടുവന്നപ്പോൾ ലേഡീസിനെ മാത്രം അങ്ങോട്ട് കടത്തുള്ളൂ പറഞ്ഞ് ഞങ്ങൾ കയറ്റി അങ്ങോട്ട് വിട്ടു. പിന്നെ ഞങ്ങൾക്ക് പുറത്ത് പോകണമെന്ന് പറഞ്ഞപ്പോൾ വിട്ടില്ല. പിന്നെ അവസാനം സിസ്റ്റത്തിന്റെ പരാജയം വന്നതാണെങ്കിൽ നമുക്ക് പറയാം. കാരണം വിജയം മാത്രം ഒരു ഘട്ടത്തിൽ പോലും കുറ്റപ്പെടുത്താൻ കഴിയില്ല. പക്ഷെ അതിനപ്പുറത്തേക്ക് ഇവിടെ വന്നത് കുട്ടികൾ ഒക്കെ ആരും 18 വയസ്സ് മുതലുള്ള കുട്ടികളല്ല, പകുതി പോലും അത്ര ഇല്ല. ബാക്കി എല്ലാം ചെറിയ കുട്ടികളാണ്. വിജയന്റെ ആരാധകർ, അവരെ കാണാൻ വേണ്ടി മാത്രം വന്നതാണ്. രാഷ്ട്രീയമല്ല ഇത് മെയിനായിട്ട്. ഒക്കെ സ്കൂൾ കുട്ടികളും ഒക്കെ ആയിരുന്നു. സ്മിത, ക്രിസ്റ്റീന, സ്കൂൾ കുട്ടികൾ അടക്കമുള്ള ആളുകൾ വന്നതാണ്. മലയാളിയാണ് അദ്ദേഹം, പാലക്കാട്ടുകാരനാണെന്ന് മനസ്സിലാക്കുന്നു. അദ്ദേഹം കുറേ വർഷങ്ങളായിട്ട് അദ്ദേഹം ഇവിടുത്തെ 8 വർഷത്തോളമായി ഇവിടെ താമസിക്കുന്ന ആളാണ്. അദ്ദേഹം ഈ സ്പോട്ടിലുണ്ടായിരുന്നു. അദ്ദേഹമാണ് നമ്മോട് പറഞ്ഞത് വിജയുടെ ആരാധകരാണ്, അല്ലാതെ രാഷ്ട്രീയം നോക്കി വന്ന ആളുകളല്ല. അണ്ണ വിജയ അണ്ണ എന്ന് ഉറക്കെ വിളിച്ച് വന്ന ആളുകളാണ്, അല്ലാതെ അതിൽ പ്രത്യേകിച്ച് രാഷ്ട്രീയമൊന്നും കലർത്തേണ്ടതില്ല എന്നാണ് പറയുന്നത്. അതിനപ്പുറത്തേക്ക് ഇങ്ങനൊരു കൂട്ടം വരുമെന്ന ബോധ്യം എന്തുകൊണ്ട് ഈ സിസ്റ്റത്തിന്, ഈ സംവിധാനങ്ങൾക്ക്, അധികൃതർക്ക് ഉണ്ടായില്ല എന്ന ചോദ്യത്തിന് മറുപടി പറയേണ്ടതുണ്ട്. ജുഡീഷ്യൽ അന്വേഷണം നടക്കുന്നുണ്ട്. ഇപ്പോൾ അടിയന്തരമായി സംസ്ഥാന സർക്കാർ ധനസഹായം പ്രഖ്യാപിച്ചിട്ടുണ്ട്. പക്ഷേ ആ ധനസഹായത്തിനൊക്കെ അപ്പുറത്തേക്ക് കുറേ മനുഷ്യർ, നേരത്തെ പറഞ്ഞ പോലെ 1.5 വയസ്സുള്ള ഒരു കുട്ടിയടക്കം ഈ നാട്ടിൽ നിന്ന് പോയത്, അവരുടെ അച്ഛനും അമ്മയും ആ കുട്ടിയെ എടുത്തു വരുന്നത് വിജയ് എന്ന അവരുടെ വീരപുരുഷനെ, അല്ലെങ്കിൽ ബിഗ് സ്ക്രീനിൽ മാത്രം കണ്ട ആ ഒരു മനുഷ്യനെ, താരത്തെ നേരിട്ട് കാണാൻ വേണ്ടിയാണ് ആ കുട്ടിയെ അടക്കം എടുത്തു വന്നത്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരു പ്രതിശ്രുത വരനും വധുവും അടുത്ത മാസമോ അല്ലെങ്കിൽ അടുത്തത് മറ്റോ വിവാഹം നടക്കാനിരിക്കുന്ന ഒരു പ്രതിശ്രുത വരനും വധുവും ഈ മേഖലയിൽ വന്ന് അവരോട് പോകണ്ട എന്ന് നിരവധി തവണ പറഞ്ഞതാണ്. പക്ഷേ അവർ പോലും ഈ മേഖലയിൽ വന്ന അവസാനം അവർക്ക് പോലും ജീവൻ നഷ്ടപ്പെടേണ്ട, ഒരു നല്ലൊരു വിവാഹം, ജീവിതം ഒക്കെ സ്വപ്നം കണ്ട് നടന്ന അവർക്ക് പോലും ജീവൻ നഷ്ടപ്പെടേണ്ട സാഹചര്യം ഉണ്ടായി. സമാനതകളില്ലാത്ത ദുരന്തം, ഒരു മഹാകുംഭമേളയ്ക്കൊക്കെ നമ്മൾ കേട്ടിട്ടുള്ള തിക്കിലും തിരക്കിലും പെട്ട് നിരവധി പേർ മരിച്ചു, അല്ലെങ്കിൽ പരുക്ക് എന്ന തരത്തിലൊക്കെ വാർത്തകൾ വരുമ്പോൾ നമുക്ക് അതിശയമായിരുന്നു ഇത് എങ്ങനെയാണ് ഇങ്ങനെ തിക്കും തിരക്കും ഉണ്ടാകുന്നതെന്ന്. ഇത് നമ്മൾ നേരിട്ട് കാണുകയാണ്, നേർസാക്ഷ്യമാണ്. തൊട്ടടുത്ത സംസ്ഥാനമാണ്, മനുഷ്യജീവനാണ് പോയത്, അതിൻ്റെ നേർസാക്ഷ്യമാണ്. നമുക്ക് ഈ ദൃശ്യങ്ങൾ മാത്രം മതി എത്രത്തോളം ദുരന്ത ഭൂമിയായി കരൂരിലെ ഈ മേഖല, വെലുസ്വാമിപുരം എന്ന ഈ മേഖല മാറി എന്നത് തെളിയിക്കാൻ ഈ രാജീവ് സുദേവ് പകർത്തുന്ന ഈ ദൃശ്യങ്ങൾ മാത്രം മതി. അത്ര കണ്ട് ഭീകരമാണ് ഈ മേഖലയിലാണ് ഇത്ര കണ്ട് ജീവനുകൾ പിടഞ്ഞത്. ഇപ്പോൾ ഒരാൾ കൂടി കൃത്യമായ രീതിയിൽ തീർത്തും ഗുരുതരാവസ്ഥയിൽ കിടക്കുന്നുണ്ടെന്ന് പറയുന്നു. അദ്ദേഹത്തിനും ഒന്നും സംഭവിക്കാതിരിക്കട്ടെ എന്ന് മാത്രമാണ് നമുക്ക് ആശിക്കാനുള്ളത്. അതിനൊക്കെ അപ്പുറത്തേക്ക്
കർശനമായ നടപടി ഉണ്ടാകണം. ഇനി ഇത്തരത്തിലുള്ള ദുരന്തങ്ങൾ ആവർത്തിക്കരുത്. അത് ഏത് സംസ്ഥാനത്തായാലും രാജ്യത്തായാലും ലോകത്തായാലും ഇങ്ങനെ തിരക്കി മനുഷ്യർ ഒരു ഘട്ടത്തിൽ പോലും മരണപ്പെടാൻ പാടില്ല. അതിനുവേണ്ട സിസ്റ്റം ഉണർന്ന് പ്രവർത്തിക്കണം. അതിന് കൃത്യമായ അന്വേഷണങ്ങൾ വേണം എന്നാണ് ഈ ഒരു ഘട്ടത്തിൽ നാട്ടുകാർക്ക് പറയാനുള്ളത്. അവർ പോലീസിനെയും സംവിധാനങ്ങളെയും വിമർശിക്കുന്നുണ്ട്, ഒപ്പം വിജയെയും വിമർശിക്കുന്നുണ്ട്. അതുകൂടാതെ മറ്റ് സംവിധാനങ്ങളെയും ഒക്കെ തന്നെ അവർ വിമർശിക്കുന്നുണ്ട്. ക്രിസ്റ്റീന, സ്മിത. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.